ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ പറയുള്ളത്, നമ്മുടെ വിഷു വ്ളോഗാണ് ഇന്ന്. കുറേ നാളായി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വ്ളോഗ് എടുത്തിട്ട്. ഞാൻ വ്ളോഗ് എടുക്കുന്ന ദിവസം അണ്ണൻ കാണത്തില്ല വീട്ടിൽ. പിന്നെ അണ്ണ ഇല്ലാത്തപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അത് വേറെ സത്യം. അതെ, നമുക്ക് നമ്മുടെ ഇവിടെയാണ്, അതുകൊണ്ടാണ് ഈ സൗണ്ട്. അപ്പം നമ്മൾ വിഷു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം വിഷുവിന് കണി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അപ്പം നമുക്ക് അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കടയിൽ പോവാൻ. ഞാൻ ഒരാൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ 9:30 അപ്പം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ, എന്ത് അത് മതി. സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. 12 മണി കഴിഞ്ഞ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കാൻ പോവാണ്. നമ്മൾ വന്നിട്ട് താമസിച്ച് നമ്മൾ കണി റെഡിയാക്കാൻ പോവാണ്. ഓക്കെ, തുടങ്ങിയാലോ പരിപാടി. എല്ലാവർക്കും ഇതിപ്പോൾ 12 മണിയായി, വിഷു ആയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മളിത് കണി ഒരുക്കാൻ പോകുന്നത് സാധനമൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് കണി വെക്കാനുള്ള. അതിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കിറ്റായിട്ട് വാങ്ങിച്ചു നമുക്ക് നമ്മുടെ കൊണ്ടൊക്കെ റെഡിയാക്കി നമ്മളിവിടെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇവിടെ സെറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, പരിപാടി തുടങ്ങാം. മറ്റേ നമ്മുടെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ പരിപാടി ചെയ്യാൻ. ആദ്യം നമുക്ക് ഇന്ന് പാചകമോ ആദ്യം നമ്മുടെ നമുക്ക് ഓട്ടുരുളി ഒന്നുമില്ല, സാധാ നമ്മുടെ ഉരുളി. ഇത് നമ്മളെല്ലാ വർഷവും കണി വയ്ക്കുന്ന ഉരുളിയാണ് കേട്ടോ. നമുക്കിത് എടുത്ത് വയ്ക്കാം. ആദ്യം ജസ്റ്റ് ഇതൊക്കെ എന്തൊക്കെ സൈസാന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വെക്കാം. കാരണം എല്ലാം കാണണമല്ലോ കണിയിൽ. പഴം, മാങ്ങ, 2 സൈസ് പഴമുണ്ട് കേട്ടോ. മാങ്ങ, പച്ചമാങ്ങ, പഴുത്ത മാങ്ങ, ഇപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് റോഡിൽ കൂടെ പോയപ്പോ ഈ ഒരു സാധനം മാത്രമേ കാണാനുള്ളായിരുന്നു കടകളിലെല്ലാം. വെള്ളി, പഴം, ആപ്പിള്. ആപ്പിളൊക്കെ ചെറുതായി. പച്ചമാങ്ങ എന്തോടെ ഉടായിപ്പായിരുന്നു നമ്മൾ 200 രൂപയ്ക്ക്. നാരങ്ങ, നെല്ലിക്ക, ഇത്രയും സാധനമാണ്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എല്ലാം ഒന്ന് കാണുന്ന രീതിയിൽ. മറ്റേ ചെറുതെടുക്കണോ ഇത് വേണമെന്ന് വേറൊരു ഉരുളിയുണ്ട്. പച്ചമാങ്ങയൊക്കെ ഞാൻ അടിയിലെടുത്തിട്ട് കേട്ടോ. വേറൊരു ഉരുളി അതെടുക്കണോ ഇത് വേണോ? ഈ മുന്തിരി ഉണ്ടായിരുന്നു. അതെടുക്കണോ ഇതെടുക്കണോ? നമുക്കിനി ഉടയാട ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വിഷുവിന് ഞാൻ തന്നെ തയ്ച്ച് ഉണ്ടാക്കിയ ഉടയാടയാണ് ഗൈസ്. എൻ്റെ ഒരു ഇത് സെറ്റിൻ്റെ ഇതെടുത്തിട്ട് പൊടി ഞാൻ തന്നെ തയ്ച്ച് റെഡിയാക്കിയ ഉടയാടയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം, എന്നാലേ ഭംഗി വരും. ഉണ്ടോ?
ഈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ ഇവിടെ വെച്ചാൽ മതിയല്ലേ എന്നെ അല്ലേ? ഇപ്പോൾ ഭംഗിയായില്ലേ? വിളക്കൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കണിയുടെ സാധനങ്ങളെല്ലാം വെച്ച് കേട്ടതാ. ഡിലേ കണിയുടെ എല്ലാം വെച്ചു. പിന്നെന്താ ഇനി നമുക്ക് എന്താ നെല്ലില്ല, നമുക്ക് അരി അതിന് വരുന്ന അരി എടുക്കാം. പിന്നൊന്നുമില്ല. കണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. കണി റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് എണ്ണയും തിരിയാക്കിയിട്ട് അപ്പോൾ നമ്മുടെ പണിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊന്നിപ്പം കൂടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം പറ്റില്ല. അപ്പം നമ്മുടെ കണിയൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ കണി കാണാം. അപ്പോഴത്തേക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി വിഷു. അപ്പോൾ രാവിലെ അതെ ഒരു മണിയാവാൻ പോകുന്നു വിഷുക്കണി റെഡി ആക്കിയിട്ട് വന്നപ്പം. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ട് രാവിലെ കണി കാണാൻ എഴുന്നേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ചേട്ടാ. അങ്ങനെ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ വിഷുക്കണിയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും ഐശ്വര്യമുള്ളൊരു വിഷു ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വിഷുക്കണിയൊക്കെ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ.